വന്നപ്പോ മുതൽ നിൽക്കാൻ തുടങ്ങിയതല്ലേ സുസു, അവിടെ ഇരിക്കുന്നേ. നോ പ്രോബ്ലം, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വിരുന്നുകാരെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ നിർത്തിക്കാൻ പാടുണ്ടോ? ബാലുവേട്ടന് നീരജ് പ്രത്യേകം പറഞ്ഞില്ലതാ, സൂസുവിനും മക്കളും പ്രത്യേകം ശ്രദ്ധിക്കണേന്ന്. വലിയ പണക്കാരാ, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു ഫംഗ്ഷന് വരുന്നതാ, അവർക്ക് ഒരു കുറവ് വരുത്തരുതേ 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ. കാല് കടയുള്ളൂ സുസു, ഇങ്ങോട്ട് വന്നിരിക്കൂ. കയ്യെടുക്ക്. എന്റെ ദേഹത്ത് നിന്ന് കയ്യെടുക്കാൻ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ദേഹത്ത് ആര് തൊടുന്നതും എനിക്ക് ഇഷ്ടമല്ല. ക്ഷമിക്കണം, ഞാൻ അറിയാതെ. ഒരു ക്ഷമം കൊണ്ട് വന്നിരിക്കുന്നു. അവളുടെ അഴുക്ക കൈകൊണ്ട് എന്റെ ദേഹം മൊത്തം വൃത്തിയേടാക്കിയല്ലോ. സീതേ, എന്തോടെ ഒരു ബഹളം? ഒന്നുമില്ല റാണിയേച്ചി. അല്ല, നിന്റെ മുഖത്ത് ആകെ വായിട്ടുണ്ടല്ലോടി. അടുപ്പത്ത് കുറച്ച് പണിണ്ടായിരുന്നു ചേച്ചി, ഇപ്പൊ പുക കൊണ്ടിട്ടായിരിക്കും. ക്ഷീണെനിക്ക് പോയി കിടക്കടി, വിരുന്നുകാരൊക്കെ ഞാൻ സൽക്കരിച്ചോളാം. പോയി റെസ്റ്റ് എടുക്ക്. ആ ജ്യൂസിന്റെ ട്രേ തന്നെ. നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? സൂസു, ജ്യൂസ് എടുക്കൂ. വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്തേ? വേണ്ടാത്തോണ്ട്. ഓ, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കാനൊന്നും പോണില്ലേ. എന്നെ ചേച്ചി നീരുവിന്റെ സീതുവിന്റെ പോലെ കുടിക്കെന്ന് പറഞ്ഞ് കുടിപ്പിക്കാൻ എന്നെ കിട്ടത്തില്ല. കൊച്ചേ, നിനക്ക് ജ്യൂസ് വേണോടി? വേണ്ട. ഓ, ഇതാ തള്ളയുടെ കൊച്ചെന്നെ. പിള്ളേരെ, നിനക്ക് വേണോ? അത് പിന്നെ വേണ്ടാന്ന് പറ. ആ ജ്യൂസ് എങ്ങാനും കുടിച്ചാ നിങ്ങൾ രണ്ടുപേരും വഴിയിലാക്കി വിടും. കൊച്ചേ, എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യടി. എനിക്കും സുസു ആന്റിയുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാവുക. വേണമെങ്കിൽ വേണമെന്ന് പറ, അല്ലെങ്കിൽ വേണ്ടാന്ന് പറ. എന്റെ കാൽ കടഞ്ഞിട്ട് വയ്യ. നോ ആന്റി നോ, ഞങ്ങൾക്ക് ജ്യൂസ് വേണ്ട. ഓ, അത് ഇവിടുത്തെ ഉത്തരവായിരിക്കൂലേ. ഇതേത് തള്ള. എന്നാ അച്ചപ്പ ഉണ്ണിയപ്പെങ്കിലും കഴിക്കേ, ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയാന്നേ, നല്ല ടേസ്റ്റാ. അത് തൊട്ട നിങ്ങൾ കൊയിഞ്ഞ കിട്ടും. ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേ. ഓ, എന്നാ അവിടെ തന്നെ ഇരുന്നാ പോരായിരുന്നോ? എന്തിനാ കെട്ടിയൊരുക്കി ഇങ്ങോട്ട് വന്നേ? പിള്ളേരെ, ഈ പെണ്ണുമ്പുറയുടെ വാക്കും കേട്ടിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് തിന്നാതിരുന്നാലേ ഇവിടുന്ന് പട്ടിണി കിടന്നിട്ട് പോകണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊന്ന് വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്റെ മോളെ പിങ്കൂനെ ഞാൻ വിളിക്കാം. അവള് കഴിച്ചു കൊടുക്കേ. മോളെ പിങ്കു, മോളെ പിങ്കു, മോളെ പിങ്കു, മോളെ മക്കൾക്ക് അറിയത്തില്ലടി, ചുമ്മാതങ്ങ് മമ്മി മോളെ വിളിക്കത്തില്ലല്ലോ. പിന്നല്ലാണ്ട് ഈ പലഹാരങ്ങളൊന്നും ഈ ചേച്ചിമാർക്ക് വേണ്ടാന്ന് മക്കള് കഴിച്ചോന്നേ. ഈ കസേരയിൽ ഇരുന്നിട്ടേ ചേച്ചിമാരൊപ്പം എന്നിട്ട് തിന്നട്ടോ. ഓക്കേ മോളു. ഓ മൈ ഗോഡ്, കച്ചറ ഫാമിലി. ഒരു കച്ചറയ്ക്ക് മറ്റൊരു കച്ചറനെ മനസ്സിലാകൂ. വാട്ട് ലേഡി, വാട്ട് യു സേ? മമ്മി, നമ്മൾ കച്ചറയാണെന്നാ ആ പെണ്ണുപിള്ള പറഞ്ഞിട്ട് പോയേ. അവളെ എന്റെ കയ്യിൽ കിട്ടും. ജിലേബി, ഉണ്ണിയപ്പം, അച്ചപ്പം. ഇനി ഞാനൊരു പോലെ പൊളിക്കും. ഈ കുൽസുവിന്റെ മകൻ സെബീർ എവിടെ പോയി കെട്ടാനാവോ? ഓൾക്ക് ഈ ചൂടുള്ള ചാണകം കൊടുത്തിട്ടുണ്ടെങ്കിലേ മനസ്സിനൊരു സമാധാനായിരുന്നു. ഞമ്മന്റെ കുട്ടിയുടെ പരിപാടി നടക്കണ ഈ വീട്ടിൽ ഈ ചാണകം കുറിച്ച് നടക്കാൻ പറ്റൂലല്ലോ. മനസ്സന്മാരൊക്കെ മണത്തിട്ട് ഓടൂലേ. കൊണ്ടുപോയി കളയാനും പറ്റില്ലല്ലോ. നമ്മുടെ ചന്തത്തിൽ കുൽസുവിനാണെങ്കിൽ നമ്മൾ വാക്കും കൊടുത്തുപോയി. ആരും കാണാത്തോടത്ത് പോയിട്ട് പൂത്തിയേക്കാം. എന്നിട്ട് സെബീർ വരുമ്പോൾ കൊടുത്തേക്കാം. പടച്ചോനെ, ഈ ചെന്നായിച്ചോളി ഇവിടെ ഉണ്ടായിരുന്നാ? ഇത് വല്ലാതെ ഇടങ്ങാറായി പോയല്ലോ. ഇനി ഇവരെ മുന്നിൽ കൂടെ ചൂടുള്ള ചാണകം പിടിച്ച് പോണ്ടേ? എന്താ എന്താ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേന്ന്? ഇജി നമ്മളെ തുറിച്ചു നോക്കിട്ട്. ഓ മൈ ഗോഡ്, ഏത് നേരത്താണോ ഈ ഫംഗ്ഷൻ എനിക്ക് വരാൻ തോന്നിയേ? വെരി വെരി കൾച്ചറസ് ഫാമിലി. വലിയ കോടീശ്വരന്മാരോട് എങ്ങനെ സംസാരിക്കണം പോലും അറിയത്തില്ല. ഓളെ വലിയ പണക്കാരി കോടിയോടുന്നു. മമ്മി മമ്മി, എന്തോ വെളുത്തിട്ട് സ്മെല്ല് വരുന്നു. ആനക്ക് മാത്രമൊക്കെ വരുന്നുണ്ടാവാ, ഞമ്മക്കൊന്നും വരുന്നില്ലല്ലോ. ഞങ്ങൾക്കും വരുന്നുണ്ടാക്കി. പഴച്ചോനെ, ഇനി ഇവിടെ തന്നെ നിന്നാലാകെ കുഴപ്പമില്ല. വേഗം മുങ്ങ. എനിക്ക് മനസ്സിലായല്ലോ. കുശു വിട്ടിട്ട് മുങ്ങുവാണല്ലേ? ഓ ഗോഡ്, ഇവിടെ മൊത്തം നാട്ടിച്ചിട്ട് മുങ്ങുവാ കിളവി. ഇടാത്ത വളി വരെ ഏറ്റെടുക്കേണ്ടി വന്നല്ലോ. മമ്മി, മമ്മിയുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഗോവിന്ദസ്വാമിജി ആയിരിക്കും. ഓ, ഇവിടുന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത പ്രശ്നമാവല്ലോ. എന്താ മമ്മി ഫോൺ എടുക്കാത്തെ? അത് പിന്നെ മോളോ, ഒരു ബിസിനസ് കോളാ. ഇവിടുന്ന് സംസാരിച്ച് ശരിയാവത്തില്ല. മക്കൾ ഇവിടെ നിൽക്കട്ടോ, ഞാൻ ഇപ്പൊ വരാം. സംതിങ് ഫിഷി. ഇങ്ങോട്ട് വരുമ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. മമ്മി എന്നിൽ നിന്ന് എന്തോ ഓടിക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കള്ളു, നീ എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ വരാൻ ചൊല്ലി. ഈ റൂമിൽ ആരുമില്ല. ഇവിടുന്ന് സ്വാമിയോട് സംസാരിക്കാം. ഹലോ സൂസു മേഡം, ഇത് ഞാനാ ഗോവിന്ദച്ചാമി. മനസ്സിലായി സ്വാമി. ഒളിഞ്ഞു പാത്ത് മമ്മി ആരോടെ സംസാരിക്കുന്നേ? എന്തോ ഒന്ന് മമ്മി എന്നിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. സംതിങ് ഈസ് റോങ്. എത്ര നേരായിട്ട് വിളിക്കുക, എന്താ ഫോൺ എടുക്കാൻ വഴിക്കേ? ഫംഗ്ഷൻ നടക്കുന്ന വീടല്ലേ, ചുറ്റിലും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കാര്യം ആൾക്കാരൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. എല്ലാം ഒരു സീക്രട്ട് അല്ലേ? സീക്രട്ട്? മമ്മിക്ക് ഞാൻ അറിയാത്ത സീക്രട്ടോ? അല്ല, സ്വാമി ഇപ്പൊ
ഞാനിപ്പോ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലുണ്ട്. ഓ റിയലി? ടോമി പറഞ്ഞ 15 ലക്ഷം രൂപ ഞാൻ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. എന്റെ സാധനം എപ്പോ കിട്ടും? ക്യാഷ് കിട്ടിയതോടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നേ. സാധനം എന്റെ കയ്യിലുണ്ട്. നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ, കയ്യോടെ തന്നേക്കാം. ടോമി പറ, ഞാൻ എങ്ങോട്ടാ വരണ്ടേ? ഫംഗ്ഷൻ നടക്കുന്ന വീടിന്റെ പുറകിൽ ഒരു കുളണ്ട്. അവിടെ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല. സൂസുമേടെ അങ്ങോട്ട് പോര്, ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ടാവും. ഞാൻ ഇപ്പോ തന്നെ വരാം സ്വാമി. ഞാൻ പോലും പറയാതെ മമ്മി ആരെയാ കാണാൻ പോകുന്നത്? ഇനി മമ്മിക്ക് പപ്പയല്ലാതെ വേറെ ലവർ ഉണ്ടാകുമോ? മമ്മി! ഈ കല്ലു എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ? പറ മമ്മി, സത്യം പറ മമ്മി. മമ്മി ആർക്കാ കോൾ ചെയ്തേ? എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ കേട്ടതാ, എല്ലാം കേട്ടതാ. മമ്മി മമ്മിയുടെ ലവറിനോടല്ലേ സംസാരിച്ചേ? ലവർ? ഏത് ലവർ? ആരും അറിയാതെ ഞാൻ കാണാൻ വരാം. എല്ലാം സീക്രട്ട് ആയിരിക്കണമെന്ന് മമ്മി പറഞ്ഞത് ഞാൻ കേട്ടതാ. ഓ അതാണോ? എന്തിനാ മമ്മി ചിരിക്കുന്നേ? ഇനി മമ്മി കള്ളം പറയാൻ നോക്കല്ലേ. ഞാനും ലില്ലിക്കൊച്ചും ജൂലി കാണുന്ന മമ്മി ഒറ്റയ്ക്ക് എന്തിനാ ഇങ്ങോട്ട് ഫോൺ വിളിക്കാൻ വന്നേ? ഞങ്ങൾ കേൾക്കാൻ പറ്റാത്ത എന്ത് കാര്യം മമ്മിക്കുള്ളേ? കല്ലുമോളെ, നീ കേൾക്കാൻ പറ്റാത്ത ഒരു കാര്യവും മമ്മിക്കില്ല. പക്ഷെ ജൂലി ലില്ലിക്കൊച്ചും കേൾക്കാൻ പാടില്ല. ജൂലി ലില്ലിക്കൊച്ചും കേൾക്കാൻ പറ്റാത്ത കാര്യം അത് എന്ത് കാര്യം മമ്മി? കല്ലു, 10 ഇരട്ടി സൗന്ദര്യം വെക്കുന്ന ഔഷധക്കൂട്ടിന്റെ രഹസ്യം അവരും അവരുടെ മമ്മിമാരും അറിയാൻ പാടില്ല. 10 ഇരട്ടി സൗന്ദര്യം കൂട്ടുന്ന ഔഷധക്കൂട്ടോ? മമ്മി എന്തൊക്കെയാ പറയുന്നേ? അതെ കല്ലുമോളെ, ഞാൻ പറയുന്നത് സത്യാ. 15 വർഷത്തിലൊരിക്കൽ ഹിമാലയ പർവ്വതങ്ങളിൽ മാത്രം പൂക്കുന്ന ചില പൂക്കളും വേരുകളും ഇലകളും ചേർത്ത് പ്രത്യേക മന്ത്രങ്ങളും കർമ്മങ്ങളും ചെയ്തുണ്ടാക്കിയ ഔഷധക്കൂട്ട്. 15 ലക്ഷം വിലയുള്ള മരുന്നാ ഇത്. നമ്മൾ കഴിച്ചാലുണ്ടല്ലോ വയസ്സാകത്തേ ഇല്ല മോളെ. നമ്മുടെ സൗന്ദര്യം കൂടി 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 കൂടിക്കൊണ്ടേയിരിക്കും. സത്യാണ് മമ്മി. അതെ മോളെ, കോടീശ്വരന്മാർക്ക് പോലും ഈ മരുന്ന് കിട്ടാനില്ലത്രേ. അത്രയ്ക്ക് ഡിമാൻഡാ. മമ്മി, ഈ മരുന്ന് കുടിച്ച് എന്റെ സൗന്ദര്യം ഇങ്ങിക്കൂടോ? പിന്നെ 10 മടങ്ങല്ല കൂടാൻ പോകുന്നേ. എന്നിട്ട് വേണം എനിക്ക് ആ പാറക്കുട്ടിന്റെ ഫ്രണ്ട്സിന്റെ മുന്നിലൊന്ന് മെയിനായി നടക്കാൻ. മോളെ, മമ്മി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആ ജൂലി ലില്ലിക്കൊച്ചും ഒരിക്കലും അറിയരുത്. അവരറിഞ്ഞാലേ അവരുടെ മമ്മിമാര് എത്ര കാശ് കൊടുത്താണെങ്കിലും വാങ്ങും. പിന്നെ നമ്മളെക്കാൾ സൗന്ദര്യം അവര് വെക്കും. അത് വേണോ? നോ മമ്മി, ഒരിക്കലും വേണ്ട. നമുക്ക് മാത്രം സൗന്ദര്യം മതി. നീ നടക്ക്. ആ കൊളക്കടവിൽ സ്വാമിജി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കേ മമ്മി. പാറക്കുട്ടി, ഞാനാ ഫസ്റ്റ് അടിക്കാൻ പോണേ. ദൈവമേ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വേഗം ഇവിടുന്ന് പോകാം. ഒരു പട തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇനി ഞാൻ ഈ മരുന്ന് സൂസുമേടത്തിന് കൊടുക്കുന്നത് അവരെങ്ങാനും കാണുമോ? അയ്യോ, അവരിവിടെ എത്തി. ഇവിടെ എങ്ങാനും ഒളിച്ചിരിക്കാം. സൂസുമേട ഇങ്ങോട്ട് വന്ന ആകെ പ്രശ്നമാവല്ലോ ദൈവമേ. എന്തിനാ നീ പിള്ളേരെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയണേ? അവര് സന്തോഷം കൊണ്ട് ഓടി നടക്കുവല്ലടി. പേടിച്ചിട്ട് അമ്മേ, അല്ലാതെ മക്കളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല. മക്കൾ എല്ലാവരോടും കൂടി പറയാ, മഴക്കാലാണ്, ഓടി നടക്കുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടാ. എന്ത് പറഞ്ഞാലും പെണ്ണിന് തമാശയാ. ഈ പെണ്ണ് എത്തിയാ ബാക്കിയുള്ള പിള്ളേരും കൂടി വഷളാക്കുന്നേ. ഇവിടെ പൊട്ടിച്ചാൽ നേരാവൂ. വേണ്ടടി നീലു, വിട്ടിക്ക് നല്ല രസമായിട്ട് വെറുതെ തല്ലുണ്ടാക്കാൻ നിക്കണ്ട. അതന്നെ, ശിവമോളെ ഇങ്ങോട്ട് വിളിക്ക്. മഞ്ഞളേപ്പിച്ച് കുളിപ്പിച്ച് വേണ്ടേ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റാൻ. ശരി അമ്മേ. ശിവ, മോളെ ശിവ, ഇങ്ങോട്ട് വാ. ഇതന്നെയാണ് പറ്റിയ സ്ഥലം. അവിടെ പരിപാടി നടക്കണോടെ ഇങ്ങോട്ടൊക്കെ ആരും വരുന്നുണ്ടാവൂല. ഇവിടെ ഇരിക്കട്ടാ. ആ ചെക്കനൊന്ന് വേഗം വന്നാ മതിയായിരുന്നു. വല്ലാത്ത ഇറങ്ങേറന്നെ. ഇനിയിപ്പോ ആരും കാണൂല്ല. എന്റെ ശിവാനിക്കുട്ടിന്റെ അടുത്തേക്കൊന്ന് പോയോക്കട്ടെ.